ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടനിലെത്തി. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99% സാധനങ്ങൾക്കും ഘട്ടം ഘട്ടമായി ബ്രിട്ടൻ തീരുവ ഒഴിവാക്കുമെന്നതാണ് കരാറിലെ പ്രധാന ധാരണ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി മോദി കൂടിക്കാഴ്ച നടത്തും. ബ്രിട്ടനിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുന്നു നമുക്കൊപ്പം. കാർത്തിക്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ വ്യാപാര മേഖലയെ സംബന്ധിച്ച്, സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചൊക്കെ ഏറെ നിർണായകമായ ഗുണകരമാകുന്ന ഒരു കരാർ തന്നെയാണ് ഈ ബ്രിട്ടനുമായി ഇപ്പോൾ ഒപ്പുവെക്കാൻ പോകുന്നത്. കരാറിലെ പ്രധാനപ്പെട്ട ധാരണകൾ അതെങ്ങനെയാണ്? ആര്യ, ഏതാണ്ട് 3 വർഷത്തോളം നീണ്ട ചർച്ചകൾ, ഏതാണ്ട് 15 റൗണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇന്ന് ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇന്ത്യയും ബ്രിട്ടനും എത്തുന്നത്. ദീർഘകാലമായി ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിലായി ഉദ്യോഗസ്ഥ തലം മുതൽ മന്ത്രിതലത്തിൽ വരെ ചർച്ചകൾ നടന്നു. അതിൻ്റെ ഒരു ഏകദേശ ധാരണയിലേക്ക് എത്തിയ ശേഷം ഇന്ന് കരാറിൽ ഒപ്പുവയ്ക്കുകയാണ് ഇരു രാജ്യങ്ങളും എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ആരംഭിക്കും. ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചകളിലാകും ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് എന്നത് സംബന്ധിച്ച കാര്യത്തിലേക്ക് ഒരു അന്തിമ ധാരണയിലെത്തുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്യുക. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ പല ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളിൽ വലിയ പ്രതീക്ഷകളാണ് പങ്കുവയ്ക്കുന്നത്. കാരണം ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഏതാണ്ട് 4.9 ലക്ഷം കോടിയുടെ വ്യാപാരമാണ് ഒരു വർഷം നടന്നുകൊണ്ടിരുന്നത്. ഇത് വരുന്ന 5 വർഷത്തിനുള്ളിൽ അത് 10 മടങ്ങായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കരാർ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർഷകർ മുതൽ പ്രൊഫഷണലുകൾ വരെയുള്ളവർക്ക് ഈ കരാറിലൂടെ ഗുണമുണ്ടാകും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിക്ക് തീരുവ 0% എത്തും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ലെതർ, പാദരക്ഷകൾ എന്നിവയുടെ നികുതിയും 16% നിന്ന് 0% എന്ന രീതിയിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. തുണിത്തരങ്ങളുടെ നികുതി 12% നിന്ന് 0%. അതോടൊപ്പം തന്നെ സ്കോച്ച് വിസ്കി, ബ്രിട്ടൻ നിർമ്മിത കാറുകൾ ഇതടക്കമുള്ളവയുടെ ഇറക്കുമതിക്ക് ഘട്ടം ഘട്ടമായി തീരുവ ഒഴിവാക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കേന്ദ്രമന്ത്രിസഭ ഇതിനോടകം തന്നെ ഇതിന് അംഗീകാരം നൽകിയതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഔദ്യോഗിക അംഗീകാരം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇനി വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലും ഈ കരാർ സംബന്ധിച്ച പാസ്സാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. ഈ ഒരു കടമ്പ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും 3 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ, ഏതാണ്ട് 15 റൗണ്ടോളം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ധാരണയിലെത്തിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും എന്ന സുപ്രധാന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ നേട്ടമുണ്ടാകുന്ന വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ചുരുങ്ങിയ കാലത്തേക്ക് പ്രൊഫഷണലുകൾ UK പോകുമ്പോൾ അവിടുത്തെ സാമൂഹ്യ സുരക്ഷാ നികുതി അടക്കം നൽകേണ്ടതുണ്ടായിരുന്നു നേരത്തെ. ഇതടക്കമുള്ള നികുതികൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക് ഈ കരാറിൽ നിബന്ധനകൾ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ചെറിയ വിസിറ്റിന് പോലും UK പോകുന്നവർക്ക് വലിയ തോതിലുള്ള പണം അവിടെ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്ന സാഹചര്യം അതടക്കം ഒഴിവാകും. അങ്ങനെ താഴെത്തട്ടിൽ കർഷകർക്ക് മുതൽ തൊഴിലാളികൾക്ക് മുതൽ, അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലെ ഇടത്തരം ചെറുകിട നിർമ്മാണ മേഖലകൾക്ക് മുതൽ എല്ലാം തന്നെ വലിയ തോതിലുള്ള ഊർജ്ജം പ്രതീക്ഷിക്കുന്ന ഒരു കരാറിലാണ് ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് ഒപ്പുവെക്കുന്നത്. ആര്യ, VR കാർത്തിക്കാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കാർത്തിക് സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഇന്ത്യയും ബ്രിട്ടനും ഇന്ന് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയാണ്.